കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടനോ ചില കാര്യങ്ങൾ പറ്റില്ല. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന് പല കാര്യങ്ങൾ കഴിയില്ല. ചില കാര്യങ്ങൾ ചെയ്യും ചേട്ടന് പല കാര്യങ്ങൾ കഴിയില്ല. എന്നാലും ഞങ്ങൾ വിളിക്കും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചരിത്ര പ്രാധാന്യമുള്ള വേഷങ്ങൾ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വ്യക്തമായി ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി അല്പവും ബോധവും വിവരവുമുള്ള സംവിധായകന്മാരൊരിക്കലും ചരിത്ര പ്രാധാന്യമുള്ള വേഷം ചെയ്യാൻ മോഹൻലാലിനെ വിളിക്കാറില്ല. കാരണം മോഹൻലാലിന് അതിനുള്ള ഫിസിക്കില്ല. നിങ്ങൾ പറയുന്നത് മോഹൻലാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ പറഞ്ഞാലും മോഹൻലാലിന് ചരിത്ര പ്രാധാന്യം ചെയ്യാനുള്ള ഫിസിക്കില്ല എന്ന് മോഹൻലാൽ ഫാൻസ് തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചരിത്ര പ്രാധാന്യമുള്ള വേഷങ്ങൾ ആകപ്പാടെ മോഹൻലാലിന് കൊടുക്കുന്നത് ഈ പ്രിയദർശനും നമ്മളെ ശ്രീകുമാർ മേനോനും ഒക്കെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി മറ്റേ മലക്കോട്ടെ പല്ലിന് ചരിത്ര പ്രാധാന്യമുള്ള വേഷം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അതൊരു പാരലൽ വേൾഡിൽ നടക്കുന്നൊരു എന്തോ ഒരു ഞാൻ സിനിമ കണ്ടിട്ട് പോലുമില്ല. എനിക്കത് കാണാൻ ആദ്യത്തെ 1-2 സീന് കാണുമ്പോൾ തന്നെ എനിക്ക് സിനിമ കാണാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പടം കണ്ടിട്ടില്ല. ആ പടത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പടം ഇങ്ങനെയുള്ളതാണെന്ന് ഫാൻസി എന്നെ തള്ളി പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഇതുപോലുള്ള ചിത്രങ്ങളാണ് മോഹൻലാൽ ചരിത്ര പ്രാധാന്യമുള്ള വേഷം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുളമാക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഏട്ടൻ ഫിസിക്കൽ ഫ്ലെക്സിബിളാണ് എന്നൊക്കെ പറയുന്ന നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ മോഹൻലാൽ ഫിസിക്കലി ഫിറ്റല്ല ഒരു ചരിത്ര പ്രാധാന്യമുള്ള വേഷം ചെയ്യാൻ വേണ്ടി. ഷർട്ട് ഊരിയിട്ട് അഭിനയിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ കുഞ്ഞാലും മരക്കാർ അറബിക്കടലിൻ്റെ സിംഹത്തിൽ കണ്ടതാണ്, പൊതിഞ്ഞ് കെട്ടിയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഷർട്ട് അഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ മലക്കോട്ടെ വാല്യൂ, അതൊക്കെ ബോഡി കാണിക്കേണ്ട റോളുകളാണ്. അതുപോലും മൂടി പൊതിഞ്ഞ് കെട്ടിയാണ് വന്ന് സിനിമയിൽ അഭിനയിച്ചിട്ട് പോയത്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു എതിരഭിപ്രായം കാണൂല. മോഹൻലാലിന് ചരിത്ര പ്രാധാന്യമുള്ള വേഷം ചെയ്യുവാനുള്ള ഫിസിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി പഴശ്ശിരാജയും വടക്കൻ വീരഗാഥയും അതുപോലുള്ള ചിത്രങ്ങൾ മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ പറയും മാമാങ്കം എന്ന് പറയുന്ന സിനിമയിലെ കഥ അങ്ങനെയാണ്. മാമാങ്കം എന്ന സിനിമയിൽ മമ്മൂട്ടി അതിലും ഷർട്ടില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 10 സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഒരെണ്ണമൊക്കെ ഇങ്ങനെ വരുവിടെ. ചരിത്ര പ്രാധാന്യമുള്ള വേഷം ഒരു 10 എണ്ണം ചെയ്തപ്പോഴത്തേക്ക് ഒരെണ്ണമേ വന്നിട്ടുള്ളൂ. ആകെ ആ ഒരു വേഷം ഇങ്ങനെ ആയി പോയിട്ടുള്ളൂ. അത് ആ സിനിമയിലെ കഥ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം ഇനി അടുത്തതാ വരാൻ പോവുകയാണ്. അടുത്ത് വീണ്ടും മമ്മൂട്ടിയും MD ഒക്കെ ഒരുമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചരിത്ര പ്രാധാന്യമുള്ള വേഷം തന്നെയായിരിക്കും. അപ്പോൾ അതിലൂടെയും മമ്മൂട്ടി തെളിയിക്കാൻ പോകുന്നത് എനിക്ക് പറ്റും, ആർക്ക് പറ്റില്ല എന്ന് നമുക്കറിയാം. എന്നാലും ഏട്ടൻ ഫാൻസ് കുറച്ച് കിടന്ന് കരയും. ലാലേട്ടൻ ഫിസിക്കുണ്ട്, ലാലേട്ടൻ ഫ്ലെക്സിബിളാണ്, ബോഡി ഫ്ലെക്സിബിളായിട്ടുള്ള ഒരേ ഒരു നടൻ മോഹൻലാലാണ്. നഖങ്ങൾ വരെ അഭിനയിക്കും എന്ന് നിങ്ങൾ ഫാൻസ് പറയുമെങ്കിലും ലാലേട്ടൻ അഭിനയിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ഗ്രൂപ്പാണ് ചരിത്ര പ്രാധാന്യമുള്ള വേഷങ്ങൾ. അപ്പം പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ബോഡി ഇത്രയും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന പല ഫോട്ടോകളും നമ്മൾ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പേജിലും മോഹൻലാലിൻ്റെ ഗ്രൂപ്പുകളിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഒരാളുടെ മുകളിൽ കയറ്റി നിർത്തി പുഷപ്പ് അടിക്കുന്നതും ഇതൊക്കെ. പക്ഷേ പുള്ളി ഒരിക്കലും പുള്ളിയുടെ ബോഡി വെളിയിൽ കാണിച്ച നിമിഷങ്ങളുണ്ട്, നമ്മൾ കണ്ടതാണ്. തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിയുടെ ബോഡി നമ്മൾ കണ്ടതാണ്. എന്താണ് പുള്ളിയുടെ ബോഡി എന്നുള്ളത് ഞാൻ പറയും. തന്മാത്ര നല്ല ക്യാരക്ടറാണ്, നല്ല റോളാണ്, നല്ല സിനിമയാണ്. ഞാൻ പുള്ളിയുടെ ബോഡിയെക്കുറിച്ച് മാത്രമേ കുറ്റം പറഞ്ഞുള്ളൂ. വേറെ ആ സിനിമ കൊള്ളില്ലെന്ന, സിനിമയുടെ കഥ കൊള്ളില്ലെന്ന, സിനിമ നല്ല സിനിമ അല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അഭിനയം നല്ലതല്ലെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അഭിനയത്തിലും കുറ്റം പറയാനില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ ഫ്ലെക്സിബിൾ ആണെങ്കിൽ, ഒരു നടൻ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഏത് റോൾ ചെയ്യാനും ഫ്ലെക്സിബിൾ ആയിരിക്കണം. പക്ഷേ ഈ റോൾ ചെയ്യാൻ ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ എങ്ങനെ ഈ കംപ്ലീറ്റ് ആക്ടർ എന്ന് നിങ്ങൾ മോഹൻലാലിനെ വിളിക്കും? മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കണമെങ്കിൽ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. മോഹൻലാൽ വേഷം കെട്ടി അഭിനയിക്കാൻ പറ്റില്ല. മോഹൻലാലിന് ഇതുപോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള വേഷം ചെയ്യാൻ പറ്റില്ല. മോഹൻലാലിന് നല്ലൊരു ഭാഷ വ്യതിയാനം ചെയ്ത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ കംപ്ലീറ്റ് ആക്ടറാണ്? കംപ്ലീറ്റ് ആക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാക്കാത്തോണ്ട് കേൾക്കുകയാണ്. കംപ്ലീറ്റ് ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കഴിവ് വേണം. മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് മമ്മൂട്ടിയെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നില്ല. ബാക്കി എല്ലാത്തിനുള്ള കഴിവുണ്ട്. പക്ഷേ ഇവിടെ പല കഴിവുകളും ഇല്ല. ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്, ബാക്കിയുള്ള 100ൽ 90 കഴിവും ഇല്ല. പക്ഷേ ഡാൻസ് കളിക്കാനുള്ള ഒരു കഴിവ് മമ്മൂട്ടിയേക്കാളും കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മോഹൻലാലിൻ്റെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്കും മമ്മൂട്ടിയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഡാൻസ് കളിക്കാൻ കഴിവില്ലെങ്കിലും ഭാഷാ വ്യതിയാനം വരുത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ഭാഷകൾ കൈകാര്യം ചെയ്ത് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ട്. വേഷം കെട്ടി ചരിത്ര പ്രാധാന്യ വേഷം ചെയ്യാനുള്ള കഴിവുണ്ട്. ശരീരം കാണിച്ച് ചരിത്ര പ്രാധാന്യ വേഷം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതൊന്നും മോഹൻലാലിനില്ല. എന്നാലും നിങ്ങളത് അംഗീകരിക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം മോഹൻലാൽ ഫാൻസിന് താഴെ കമൻറ്റ് ബോക്സിൽ വരാം.
ഞാൻ വിമർശിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങളാണ് മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ കുഴി തള്ളിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്ര പൊട്ടപ്പടം ചെയ്താലും മോഹൻലാൽ ഫാനാണ് ഞാൻ. മോഹൻലാൽ നല്ലതാണ്, മോഹൻലാൽ ഡീസ് നല്ലതാണ്, അത് നല്ലതാണെന്ന് പറയുന്നിടത്തൊന്നും പറയാനില്ല. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.